ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ആപ്പിൾ ഡിവൈസിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് iPad 7th ജെൻ്റെ എന്ന് വെച്ചാൽ ഒരു 10.2 ഇഞ്ചസിൻ്റെ ഒരു വലിയൊരു ടാബ്ലറ്റിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ജസ്റ്റ് ഇച്ചിരി മിനിറ്റിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് മാത്രമേ ഉള്ളായിരിക്കും. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടാണ് ഇതുവരെയ്ക്ക് ചാൻസ് ഒക്കെ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോ എടുക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ആദ്യമേ തന്നെ നമ്മുടെ iPad 7th ജനറേഷൻ്റെ ഒരു വലിയൊരു ബോക്സാണ് ഇവിടെ കിട്ടുന്നത്. സോ ഇതിപ്പോൾ എനിക്ക് കുറേ നേരം നിൽക്കാൻ തോന്നുന്നു, പെട്ടെന്ന് തന്നെ നമ്മുടെ iPad തുറക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ഈ ലിഡ് ഞാൻ പുറത്തേക്ക് ഇറക്കുമ്പോഴത്തേന് ആദ്യമേ തന്നെ നമ്മുടെ iPad ഇതാ ഇവിടെ ഇരിക്കുന്നതാണ്. സോ നമുക്കിത് ജസ്റ്റ് സൈഡിലേക്ക് വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഇതാ നമുക്കൊരു ലൈറ്റ്നിങ് ടു USB കേബിളും കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഗൈസ്, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന രണ്ടാമത് നമുക്ക് കിട്ടുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇച്ചിരി ഡോക്യുമെൻറ്റേഷനും ഇച്ചിരി ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതിനകത്ത് തന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്, ഇച്ചിരി മാനുവൽ ഗൈഡും ബാക്കി സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഇതും കൂടി ജസ്റ്റ് സൈഡിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്കിതാ നമ്മുടെ ചാർജിങ് ബ്രിക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. സോ ഇതിപ്പോൾ ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് കിട്ടുന്നത്. ഇതാ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ നിങ്ങൾ ഈ സെയിം ടു സെയിം ആയിട്ട് ഒരുമിക്കുക. അതിനുശേഷം ഗൈസ് നമ്മുടെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് 10 വാട്ട് ചാർജറാണ്. സോ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ ഐഫോൺ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് iPhone 11 വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് 5 വാട്ടിൻ്റെ ചാർജറായിരിക്കും കിട്ടുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾ 10 വാട്ട് ചാർജിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ iPadൻ്റെ ബോക്സ് കോണ്ടൻറ്റ്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ iPadലേക്ക് പോകാം. സോ ഇപ്പോൾ നമ്മുടെ iPad ആദ്യമേ തന്നെ നമുക്ക് എടുക്കാം. അതിനുശേഷം ഗൈസ് ഇത് നമുക്ക് ജസ്റ്റ് ബൂട്ട് ചെയ്യാം. സോ ഇതിപ്പോൾ ഇത് ബൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ ഒരു ആപ്പിൾ ലോഗോ കാണുന്നതായിരിക്കും. സോ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഞാൻ എപ്പോഴേ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ആദ്യമേ തന്നെ ഞാൻ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കിടക്കാനായിട്ടുള്ള ആനിമേഷനായിട്ടൊക്കെയാണ് വരുന്നത്. അതിനുശേഷം ഗൈസ് നമ്മളുടെ iPadൻ്റെ ഹോം സ്ക്രീൻസ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്ത് ഓൾറെഡി വെച്ചാക്കുവാണ്. സോ ഗൈസ് ഇപ്പോൾ നമുക്കിനി എൻ്റെ ഓവർവ്യൂയിലേക്ക് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഗൈസ് നമുക്ക് പവർ ലോക്ക് അൺലോക്ക് ബട്ടൺ കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ഐഫോൺസിലും ഇല്ല, iPadലും ഇല്ല, ഒന്നിലും ഇല്ല. സോ ഇതിനകത്ത് നമുക്കൊരു പ്ലസ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് വോളിയം കീസ് അപ്പ് ആൻഡ് ഡൗൺ കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മൾ താഴോട്ടേക്ക് നോക്കിയാൽ ബോട്ടം പാർട്ടിലേക്ക് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് ആദ്യമേ തന്നെ ലൈറ്റിംഗ് പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗൈസ് നമ്മുടെ സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് നമ്മുടെ iPad ഏതെങ്കിലും കീബോർഡ് വെച്ച് വല്ല അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലവും കിട്ടുന്നുണ്ട്. വേറെ കുറേ സംഭവങ്ങളിലേക്ക് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് ബാക്ക് സൈഡിൽ ഏറ്റവും ബാക്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 5 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗൈസ് നമുക്ക് ഫ്രണ്ടിൽ ഒരു 1.2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. ഈ 1.2 മെഗാ പിക്സലിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇത്രയും ചെറിയ ക്യാമറ ആണോ, ഈ ക്യാമറ ആണോ, ആ ക്യാമറയാണോ? സോ ഈ 1.2 മെഗാ പിക്സൽ വെച്ച് നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ കുറേ സംഭവങ്ങളൊക്കെ നോക്കിയാൽ iPadOS 14 ഇത് റൺ ആവുന്നത്. ഇതുകൂടാതെ ഇതിനകത്ത് നമുക്ക് ഡാർക്ക് മോഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഇച്ചിരി ഇൻഡെപ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. സോ ഇതിപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ക്വിക്ക് ഒരു അൺബോക്സിങ് ആയിരുന്നു. ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വലിയായിട്ട് റിവ്യൂ ഒക്കെ വേണമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനൊക്കെ എടുത്തോളൂ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.